ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ചെറിയ കഥയുമായിട്ട്. രണ്ട് സഹോദരന്മാർ തമ്മിൽ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു മണൽ ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ യാത്രയുടെ വഴിമധ്യേ അവർ രണ്ടുപേരും തമ്മിൽ സംഘർഷമുണ്ടാവുകയും വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു സഹോദരൻ മറ്റു സഹോദരനെ അവനെ വേദനിപ്പിച്ചു. ഒരു സഹോദരൻ മറ്റു സഹോദരനെ അടിക്കുകയുണ്ടായി. അങ്ങനെ അടി കിട്ടിയ സഹോദരൻ അവിടെ നിന്നും ആ മണലിൽ വീഴുകയും ആ മണലിൽ ആ സഹോദരൻ എഴുതി വെക്കുകയും ചെയ്തു, ഞാൻ എൻ്റെ സുഹൃത്ത് എന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ അതിൽ നിന്നും കഴിഞ്ഞ് അങ്ങനെ അവർ യാത്ര മുന്നോട്ട് പോയി. യാത്രയുടെ വഴിമധ്യേ വീണ്ടും അവർ ഒരു മരപ്പെച്ച കാണുകയും അങ്ങനെ ആ മരപ്പെച്ച കണ്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയും ചെയ്തു. ആ മരപ്പെച്ച കണ്ട് അവിടെ അവർ കുളിക്കുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്ത് തിരിച്ചു പോരുമ്പോൾ അവർ ഒരു ചളിയിൽ അവരുടെ കാല് പൂന്തി. ഈ സഹോദരൻ, നമുക്ക് നേരത്തെ അടി കിട്ടിയ ആ സഹോദരനെ നമുക്ക് രക്ഷപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ രക്ഷപ്പെടുത്തി ആ സഹോദരൻ കരയിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറക്കല്ലിൽ എഴുതി വെച്ചു, ഇന്നെന്റെ ഒറ്റ സുഹൃത്ത് എന്നെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വേദനിപ്പിച്ചപ്പോൾ അദ്ദേഹത്തെ മണലിൽ എഴുതുകയും എന്നാൽ രക്ഷപ്പെടുത്തിയപ്പോൾ പാറക്കല്ലിൽ എഴുതി വെക്കപ്പെടുകയും ചെയ്തപ്പോൾ ഈ സഹോദരൻ മറ്റു സഹോദരനോട് ചോദിച്ചു, അല്ലയോ സഹോദര, അങ്ങയെ ഞാൻ വേദനിച്ചപ്പോൾ അങ്ങ് അത് മണലിലാണല്ലോ എഴുതിയത്, എന്നാൽ അങ്ങയെ ഞാൻ രക്ഷപ്പെടുത്തിയപ്പോൾ അങ്ങ് അത് പാറക്കല്ലിൽ എഴുതിയല്ലോ, എന്താണ് അതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ആ സഹോദരൻ പറയുന്ന ഒരു വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ സഹോദരൻ പറയുന്നത്, ആരെങ്കിലും ഒരാൾ നമ്മെ വേദനിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ഒരാൾ പ്രയാസപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കി തന്നാൽ നമ്മൾ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്ന രൂപത്തിൽ നമ്മൾ അത് ഒരു മണലിൽ എഴുതാവൂ. അതായത് മാഞ്ഞു പോകുന്ന, ഒരു കാറ്റ് വന്നാൽ മാഞ്ഞു പോകുന്ന രൂപത്തിൽ മണലിൽ എഴുതാവൂ. എന്നാൽ ആരെങ്കിലും നമ്മെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്കൊരു സഹായമുണ്ടാക്കി, അല്ലെങ്കിൽ അവർ നമ്മെ രക്ഷപ്പെടുത്തി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാഞ്ഞു പോകാത്ത രൂപത്തിൽ, അവരെ ഒരിക്കലും മറക്കാനാകാത്ത രൂപത്തിൽ നമ്മൾ അവരുടെ പാറക്കല്ലിൽ എഴുതിയതുപോലെ നമ്മുടെ മനസ്സിൽ എന്ന സെല്ലിൽ ഏറ്റവും നല്ല പാറക്കല്ലിൽ തന്നെ അത് എഴുതി വെക്കുക എന്നുള്ളതാണ് ഈ കഥയുടെ ഏറ്റവും നല്ലൊരു മനുഷ്യനാവാനുള്ള ഒരു ചെറിയ കഥയായിട്ടാണ് ഈ കഥ നമുക്ക് തരുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ബാലപാഠം.